ഇന്ന് നമുക്ക് ജോജു ജോർജും ബിജു മേനോനും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന വലതുവശത്തെ കള്ളൻ എന്ന മലയാള സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ടേ. ചില വീഡിയോയിലെ കമന്റൊക്കെ ഞാൻ കണ്ടിരുന്നു, മൂവിയുടെ സീനൊന്നും ഉൾപ്പെടുത്താത്തതിന്റെ പരാതികളൊക്കെ. ഇന്നത്തെ വീഡിയോയിലും ഫുൾ മൂവിയുടെ സീനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കഥ മാത്രം അറിയണമെന്നുള്ളവർ കാണുക, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ കാലടി പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറായ ആന്റണി. ആന്റണിക്കൊരു മകനുണ്ട്, ഫിലിപ്പ്. ആന്റണിയും ഫിലിപ്പും അത്ര ചേർച്ചയിലൊന്നുമല്ല. കാരണം ആന്റണിയുടെ ഭാര്യയെ മേരി മരിക്കുന്നത് പ്രസവത്തോടെയാണ്. തന്റെ ഭാര്യ മരിക്കാൻ കാരണം മകനാണെന്ന് ആന്റണി ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആന്റണിക്ക് ഫിലിപ്പിനെ അത്ര ഇഷ്ടമേ അല്ല. അങ്ങനെയിരിക്കെ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് ദീപ്തി എന്നൊരു പെൺകുട്ടി തന്റെ അമ്മയായ രേവതിയും കൂട്ടി രാജീവ് എന്ന പയ്യനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കുവാനായി എത്തിയിരിക്കുക. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതോ ഐറിൻ എന്ന സോഷ്യൽ വർക്കറും. ദീപ്തി രാജീവിന്റെ പേരിൽ കേസെടുക്കണമെന്ന ഒരേ വാശിയിലാണ്. എന്നാൽ ആന്റണി പറയുന്നത് ഈ ഒരു കേസിൽ ദീപ്തിയുടെ മേലും കുറ്റമുണ്ട്. കാരണം 3 വർഷമായിട്ട് ദീപ്തിയും രാജീവും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അതിൽ 2 വർഷമായിട്ട് ദീപ്തിയും രാജീവും പ്രണയത്തില. ഈ സംഭവം നടക്കുന്ന ദിവസം രാജീവിന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുകയായിരുന്നു. ആ പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് ദീപ്തിയും പോയി. പാർട്ടി എല്ലാം കഴിഞ്ഞ് രാജീവിന്റെ റൂമിലേക്ക് ദീപ്തി എത്തി. അവിടെ വെച്ച് സിജോയ് എന്ന പയ്യന്റെ കോള് ദീപ്തിയുടെ ഫോണിലേക്ക് വരുന്നത് രാജീവ് കണ്ടു. ദീപ്തിയുടെ അതേ കോളേജിൽ തന്നെ പഠിക്കുന്ന പയ്യനാണ് സിജോയ്. രാജീവിനെ പ്രണയിക്കുന്ന സമയം തന്നെയായിരുന്നു ദീപ്തി സിജോയെയും പ്രണയിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം രാജീവിന് മനസ്സിലായി. ഇതേ ചൊല്ലി രാജീവും ദീപ്തിയും തമ്മിൽ അന്നേ ദിവസം വഴക്കുണ്ടാവുകയുണ്ടായി. ആ ഒരു ദേഷ്യത്തിലാണ് ദീപ്തി രാജീവിനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ എത്തിയിരിക്കുന്നതെന്നാണ് ആന്റണി പറയുന്നത്. എന്നാൽ ദീപ്തി അതിനെയെല്ലാം എതിർക്കുകയാണ് ചെയ്തത്. ഇതൊന്നും ഞാനുണ്ടാക്കി പറയുന്നതല്ല. കോളേജിൽ വന്ന് അന്വേഷിച്ച സമയത്ത് ദീപ്തിയുടെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞെന്നാണ് ഈ കഥകളൊക്കെ. മാത്രവുമല്ല, രാജീവിന്റെ പേരിൽ നീ കള്ളക്കേസ് കൊടുത്തതാണെന്നുമാണ് നിന്റെ കൂട്ടുകാരികൾ പറയുന്നതെന്നും ദീപ്തിയോട് ആന്റണി പറയുന്നു. അതെല്ലാം കേട്ട് ദീപ്തി കരയുകയാണ്. അങ്ങനെയൊന്നുമല്ല സംഭവം. ഈ പറയുന്നതെല്ലാം കള്ളമാണെന്നൊക്കെ ദീപ്തി പറയുന്നു. ഇതെല്ലാം കേട്ട് നിസ്സഹായയായി അവിടെ വിദ്യ എന്നൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ആന്റണി ദീപ്തിയുടെ അമ്മയായി രേവതിയോട് പറയുന്നുണ്ട്, രാജീവിന്റെ അച്ഛനുമൊക്കെ വലിയ ആളുകളാണ്. അവരോട് കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് നാളെ പറയും. അപ്പോൾ ഈ കുറ്റങ്ങളെല്ലാം ദീപ്തിയുടെ മേൽ വരികയുള്ളൂ. അതുകൊണ്ട് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണമെന്നാണ് ആന്റണി പറയുന്നത്. അത് കേട്ട് രേവതിയാണെങ്കിൽ ദീപ്തിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ദീപ്തിയെ അമ്മയും കണ്ടിട്ട് എന്ത് പറ്റി, കംപ്ലൈന്റ് കൊടുത്തില്ലേ എന്ന് ഐറിൻ ചോദിക്കുന്നു. കംപ്ലൈന്റ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് രേവതി ദീപ്തിയും കൊണ്ട് പുറത്തേക്ക് വരുന്നത്. അമ്മ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കള്ളമാ. ആ ദിവസം ഞാൻ കോളേജിലേക്ക് തന്നെയാ പോയത്. രാജീവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നും ദീപ്തി പറയുന്നു. എന്നാൽ അമ്മ പറയുന്നത് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്തിലങ്ങ് മരിക്കുന്നതാണെന്നും അമ്മ പറയുന്നു. അമ്മയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടതോടുകൂടി ദീപ്തി ആകെ തകർന്നു പോയി. ദീപ്തിയാണെങ്കിൽ അവിടെ നിന്ന് വരികയായിരുന്ന ഒരു ലോറിക്ക് മുന്നിലേക്ക് എടുത്തുചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ദീപ്തി മരിച്ചതറിഞ്ഞ് അമ്മയും തലകറങ്ങി വീഴുന്നു. സത്യത്തിൽ ആന്റണി രാജീവിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞ് കേസെടുക്കാതെ വിട്ടതും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ആന്റണിയും മകനായ ഫിലിപ്പിനെയുമാണ്. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഐറിൻ വരുന്നു. എന്നിട്ട് ദീപ്തിയുടെ രക്തം പുരണ്ട ഡ്രസ്സ് അവിടുത്തെ ടേബിളിലേക്ക് ഇട്ടിട്ട്, ദേ ഇത് ദീപ്തിയുടെ രക്തമാ, നിങ്ങൾ ഇത് തിന്നെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നു. എന്നാൽ ഫിലിപ്പാണെങ്കിൽ ഇതൊരു റെസ്റ്റോറന്റാ, ആ ഒരു മാന്യത കാണിക്കണമെന്നും പറയുമ്പോഴോ ആദ്യം നിന്റെ അച്ഛനോട് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനായും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് ഐറിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് കുട്ടിക്കാനത്തുള്ള ഐറിന്റെ വീടാണ്. ഐറിന്റെ വീട്ടിൽ അച്ഛനായ സാമുവലും അമ്മയായ തെരേസയുമാണുള്ളത്. സാമുവലിന്റെയും തെരേസയുടെയും ഒരേ ഒരു മകളാണ് ഐറിൻ. മാത്രവുമല്ല, സാമുവലാണെങ്കിൽ ഒരു ഹാക്കർ കൂടിയാണ്. കുട്ടിക്കാനത്താണ് വീടെങ്കിലും ഐറിൻ വർക്ക് ചെയ്യുന്നത് കാലടിയിലാണ്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അന്നേ ദിവസം കാലടിയിലേക്ക് തിരികെ പോവുകയാണ് ഐറിൻ. ഐറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അമ്മ പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഒറ്റയ്ക്ക് കാറിലാണ് അവൾ പോകുന്നതും. എത്തിയിട്ട് വിളിക്കണമെന്ന് പ്രത്യേകം സാമുവലും തെരേസയും പറയും. ആ ഒരു സീൻ അവിടെ കട്ടായി. ആന്റണി തന്റെ മകനായ ഫിലിപ്പിനെ അന്വേഷിച്ച് ഒരു ലോഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ആ ലോഡ്ജിലെ ഒരു മുറിയിൽ ഫിലിപ്പും രാജീവും കൂടി ഇരുന്ന് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. ആന്റണി വിവരം അറിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നതും. റൂമിലേക്ക് എത്തിയ ആന്റണിയാണെങ്കിൽ രാജീവിനിട്ട് 2 കൊടുക്കുകയാണ്. ഒപ്പം തന്റെ മകനായ ഫിലിപ്പിനും അടി കൊടുക്കുന്നു. രാജീവാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടും. ഫിലിപ്പും ആന്റണിയെ തള്ളിമാറ്റിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ആന്റണിക്കാണെങ്കിൽ ആകെ ദേഷ്യം.
അതേ സമയമായിരുന്നു കാലടിയിലേക്ക് പോയ ഐറിൻ ഇതുവരെയായിട്ടും അവളുടെ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം സാമുവൽ അറിയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കാമെന്നായിരുന്നു ഐറിൻ പറഞ്ഞിരുന്നതും. എന്നാൽ അവൾ ഇതുവരെയായിട്ടും വിളിച്ചതുമില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. അത് കാരണം സാമുവലിനും തെരേസയ്ക്കും ആകെ ടെൻഷനായി. ഐറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വീണ. വീണയോട് വിളിച്ചിട്ട് ഐറിനെ കുറിച്ച് അന്വേഷിക്കുന്നു. വീണ നേരെ പോകുന്നത് ഐറിന്റെ ഫ്ളാറ്റിലേക്കാണ്. ഫ്ളാറ്റും പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതോടുകൂടി എന്തൊക്കെയോ ദുരൂഹത തോന്നുകയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ സാമുവലാണെങ്കിൽ കാലടിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വീണയും കുട്ടി നേരെ പോകുന്നത് കാലടി പോലീസ് സ്റ്റേഷനിലേക്കും. സ്റ്റേഷനിലേക്ക് എത്തിയ സാമുവൽ പറയുന്നത് തന്റെ മകളായ ഐറിൻ കാലടിയിലുള്ള ഫ്ളാറ്റിലേക്ക് പോവുകയായിരുന്നു. അവൾ ഫ്ളാറ്റിലെത്തി സാധനം വാങ്ങുവാനായിട്ട് തിരികെ പോയതാ. സാധനമൊക്കെ വാങ്ങിയിട്ട് തിരികെ വരുന്ന വഴിയിൽ ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചു. ഞങ്ങളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അവളുടെ ഗ്ലാസ്സിൽ മുട്ടുകയുണ്ടായി. അവൾ ഗ്ലാസ് തുറക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പിന്നെ വിളിക്കാം, ആരോ ഗ്ലാസ്സിൽ മുട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ കോൾ കട്ട് ചെയ്തതും. പിന്നെ അതിനുശേഷം ഒരു വിവരവുമില്ല. ഫ്ളാറ്റിലേക്ക് എത്തിയിട്ട് ഐറിൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ കോൾ കട്ട് ചെയ്തത്. ഇതുവരെയായിട്ടും അവൾ വിളിച്ചിട്ടില്ല എന്നും സാമുവൽ പറയുന്നു. അത് കേട്ട് ആന്റണി ചോദിക്കുന്നത്, ഗ്ലാസ്സിൽ മുട്ടിയത് ആരാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിരുന്നോ? ഐറിൻ ആരെങ്കിലുമായിട്ടും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഗ്ലാസ്സിൽ മുട്ടിയത് ആരാണെന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഒരു തവണ ഐറിൻ വീട്ടിൽ വന്ന സമയത്ത് രാജീവ് എന്ന പയ്യൻ അവളെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് ഐറിൻ പറഞ്ഞിരുന്നു. സത്യത്തിൽ ഈ രാജീവുമായിട്ട് ഐറിന് പ്രശ്നമെന്തെന്നാൽ ദീപ്തിയുടെ ആ ഒരു കേസിൽ ഐറിനല്ലേ ഇടപെട്ടത്. ദീപ്തി മരിച്ചതിന് ശേഷവും ഐറിൻ ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി. അതിന്റെ ദേഷ്യമാണ് രാജീവിന് ഐറിനോടുണ്ടായിരുന്നതും. ഈ കാര്യങ്ങളെല്ലാം ആന്റണിയോട് പറയുകയുണ്ടായല്ലോ. ആന്റണി വീണയോട് ചോദിക്കുന്നു, ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഐറിൻ രാജീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതിന് മറുപടിയായിട്ട് വീണ അങ്ങനെ ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സാമുവലും വീണയും കൂടി ഐറിനെ കാണാനില്ലാത്തതിന്റെ കംപ്ലൈന്റും എഴുതി കൊടുത്തിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നത്. എന്നാൽ പുറത്തേക്കിറങ്ങിയ വീണ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട്, സാർ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. രാജീവ് എന്റെ കസിനാണ്. ഞാൻ പേടിച്ചിട്ടായി ഈ ഒരു കാര്യം പറയാതിരുന്നതെന്ന് വീണ പറയുന്നു. അത് കേട്ട് ആന്റണി, ഈ ഒരു കാര്യം ഐറിൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അവൾക്കറിയത്തില്ല. ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അവളും ഞാനുമായിട്ട് ഫ്രണ്ട്സ് ആയതിൽ പിന്നെയാണ് ഐറിനും രാജീവും തമ്മിലുള്ള പ്രശ്നം എന്തെന്ന് ഞാൻ അറിയുന്നത്. ഈ ഒരു കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ഞാനും രാജീവും കസിനാണെന്നറിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുമോ എന്ന് പേടിച്ചാണ് ഞാനത് പറയാതിരുന്നതെന്നും വീണ പറയുന്നു. അങ്ങനെ ആന്റണി ഐറിന്റെ മിസ്സിംഗ് കേസ് എടുക്കുകയാണ്. ആ ഒരു കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരായ വിദ്യയും ജോണിനെയും രാജീവിനെ കുറിച്ച് അന്വേഷിക്കുവാനായി പറഞ്ഞുവിട്ടതിനു ശേഷം ആന്റണി നേരെ പോകുന്നത് ഐറിന്റെ ഫ്ളാറ്റിനെ ലക്ഷ്യമാക്കിയായിരുന്നു. പോകുന്ന വഴിയിലുള്ള ഒരു കടയിൽ കയറി CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യും. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ സത്യത്തിലെന്ന് ഐറിൻ അവളുടെ അച്ഛനെയും അമ്മയും വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഒരാൾ ഗ്ലാസിൽ കൊട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് യഥാർത്ഥത്തിൽ ആന്റണിയായിരുന്നു. നിയമമൊക്കെ പഠിച്ച ആളല്ലേ. നോ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തുകൂടാ എന്നുള്ള കാര്യം അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, സാർ മദ്യപിച്ചിട്ടുണ്ട്, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഐറിൻ കാറും എടുത്ത് പോകുന്നു. എന്നാൽ ദേഷ്യം വന്ന ആന്റണി അവൾക്ക് പിന്നാലെ തന്റെ പോലീസ് ജീപ്പുമായി പോവുകയാണ്. ആ ഒരു ഫുട്ടേജ് ആയിരുന്നു ആന്റണി നോക്കിക്കൊണ്ട് നിന്നതും. എന്നിട്ട് ആന്റണി ഉടനെ തന്നെ ആ ഒരു ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. കടയുടെ ഉടമസ്ഥനോട് ആന്റണി പറയുന്നത്, ആര് വന്ന് അന്വേഷിച്ചാലും ഒരു മാസമായിട്ട് CC ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയണം. എന്നെ നിങ്ങൾ കണ്ടിട്ടേയില്ല എന്നും പറഞ്ഞിട്ടാണ് ആന്റണി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഐറിന്റെ ഡെഡ് ബോഡി കിട്ടുകയാണ്. പല കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച രീതിയിലായിരുന്നു ഐറിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. സംഭവ സ്ഥലത്തേക്ക് സാമുവലും തെരേസയും എത്തുന്നു. അവരാകെ തകർന്നു പോവുകയാണ്. അങ്ങനെ ആന്റണിയാണെങ്കിൽ DGPക്ക് അടുത്തെത്തി ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ആന്റണിയെ മാറ്റണമെന്നും പരാതി കൊടുക്കുകയാണ്. അങ്ങനെ DGP ആണെങ്കിൽ ഫിറോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കേസ് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഫിറോസ് ആണെങ്കിൽ കേസിനെ കുറിച്ച് പഠിക്കുകയാണ്. എന്നാൽ ആന്റണിയുടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന വിദ്യ എന്ന വനിതാ പോലീസ് ഫിറോസിന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഈ കേസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു. കേസ് തുടങ്ങിയ അന്നു മുതലേ പ്രൈം സസ്പെക്ട് രാജീവാണ്. രാജീവിനെ കുറച്ച് നാളുകളായിട്ട് കാണാനുമില്ല. മാത്രവുമല്ല, ഐറിന്റെ അച്ഛനായ സാമുവലിനെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാനായിട്ട്. കാരണം ഈ സാമുവലാണെങ്കിൽ കുട്ടിക്കാലത്തുള്ള ഒരു ഓർഫണേജിൽ നിന്നാണ് വളർന്നത്. അച്ഛനോ അമ്മയോ ആരും തന്നെ ഇല്ല. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. വലുതായപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായി. പഠിത്തമെല്ലാം കഴിഞ്ഞ് സാമുവലിന്റെ 2-3 കൂട്ടുകാരും ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ സൈബർ സെക്യൂരിറ്റി കമ്പനി ആരംഭിച്ചു. കമ്പനിയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ സാമുവലിന്റെ പാർട്ട്നേഴ്സിൽ ഒരാളാണെങ്കിൽ ഗവൺമെന്റിന്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് തന്റെ നെക്സൽ കൂട്ടുകാർക്ക് ആ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തു. അതോടുകൂടി സാമുവലും കൂട്ടുകാരും പിടിയിലായി. സാമുവൽ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ ഒരു കമ്പനിയിലെ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ സാമുവലും ആ ഒരു കേസിൽ ഉൾപ്പെടേണ്ടി വന്നു. അതോടുകൂടി കമ്പനി പൂട്ടി. സാമുവലിന്റെ കരിയറും നഷ്ടമായി. ഇപ്പോഴും കേസ് നടക്കുകയാണ്. കരിയറും നഷ്ടമായി, ഒരേയൊരു മകളായിട്ടുള്ള ഐറിന് നഷ്ടമായി. ഇനി സാമുവൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ല എന്നും വിദ്യ പറയുന്നു.
എന്നാൽ മറ്റൊരു വശത്ത് ആന്റണിയെ കാണിക്കുകയാണ്. ആന്റണിയാണെങ്കിലോ എല്ലാ CCTV ഫുട്ടേജും ചെക്ക് ചെയ്യുന്നു. എന്നാൽ ബാറിലെ CCTV ഫുട്ടേജിലാണ് ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. എന്തെന്നാൽ ആന്റണിയും രാജീവും ബാറിലിരുന്ന് സംസാരിക്കുകയാണ്. ആ ഒരു ഫുട്ടേജും ആന്റണി ഡിലീറ്റ് ചെയ്യിപ്പിക്കും. ബാറിലെ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്ത ആന്റണി ആരോടും ഈ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഐറിൻ മിസ്സിംഗ് ആയ അന്നു മുതൽ രാജീവും മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ ആന്റണിയുടെ ഫോണിലേക്ക് രാജീവിന്റെ ഒരു മെസ്സേജ് വരികയാണ്. ഞാൻ രാജീവ്, ഈ നമ്പറിലേക്ക് വിളിക്കണമെന്നായിരുന്നു ആ ഒരു മെസ്സേജും. ഉടനെ തന്നെ ആന്റണി ആ ഒരു നമ്പറിലേക്ക് വിളിക്കുന്നു. കോൾ എടുത്തത് രാജീവിന്റെ അമ്മയായിരുന്നു. സാറിന്റെ പേരിൽ എന്റെ വീട്ടിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും അമ്മ പറയുകയാണ്. അതേസമയമായിരുന്നു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഫിറോസിനെ സൈബർ സെല്ലുകാർ വിളിക്കുന്നത്. രാജീവിന്റെ ഫോൺ ആക്റ്റീവായെന്നും ആ ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുകയാണ്. അവരും അവിടേക്ക് തിരിക്കും. അതേസമയം ആന്റണി രാജീവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. തനിക്ക് വന്നൊരു പാഴ്സൽ ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്നത് രാജീവിന്റെ ഫോണാണ്. ഫോൺ ഓപ്പണാക്കി നോക്കുമ്പോൾ ഗാലറിയിൽ ഒരു വീഡിയോ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അതേസമയം തന്നെയായിരുന്നു ഫിറോസും കൂട്ടരും അവിടേക്ക് എത്തിയത്. അതേസമയം വീഡിയോ പ്ലേ ചെയ്യുന്നു. അതിൽ ഐറിന്റെ അച്ഛനായ സാമുവലിനെയാണ് കാണിക്കുന്നത്. സാമുവലിന്റെ കയ്യിൽ ഒരു ചാക്ക് കെട്ടുമിരിക്കുന്നുണ്ട്. സാറേ, രാജീവിനെ നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചാക്കുകെട്ടിനടുത്തേക്ക് കുറേ നായ്ക്കളെ തുറന്നുവിടുകയാണ്. അതെല്ലാം ചെന്ന് രാജീവിനെ കടിച്ചു പറിക്കുകയാണ്. പിന്നീട് രാജീവിന്റെ കരച്ചിൽ മാത്രമാണ് കേൾക്കുന്നത്. അതിനുശേഷം സാമുവൽ ഒരു കാര്യം കൂടി പറയുന്നു. ആന്റണി സാറേ, എന്റെ മകളുടെ മരണത്തിന് കാരണമായ അടുത്ത ആൾ നിങ്ങളാണ്. നിങ്ങളുടെ മരണം കൂടി കണ്ടാൽ മാത്രമേ എന്റെ മകൾക്ക് ശാന്തി കിട്ടൂ എന്നും പറഞ്ഞാണ് ആ ഒരു വീഡിയോ കട്ടാകുന്നതും. അതോടുകൂടി ആന്റണിക്കും ഫിറോസിനുമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. അങ്ങനെ ഫിറോസ് ആണെങ്കിൽ ആന്റണിയും കൂട്ടി നേരെ പോകുന്നത് SP ഓഫീസിലേക്കാണ്. കാര്യങ്ങളെല്ലാം SP പറയുന്നു. SP ചോദിക്കുന്നത്, ആന്റണി, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനാകുമെന്നും SP പറയുന്നു. എന്നാൽ ആന്റണി പറയുന്നത്, സാറേ, എനിക്കൊന്നും അറിയത്തില്ല. ഈ രാജീവ് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്നാണ് ആന്റണി പറയുന്നതും. എന്നാൽ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് കുറെ ന്യൂസ് റിപ്പോർട്ടർമാർ എത്തുകയാണ്. അതിലൊരു റിപ്പോർട്ടർ പോലീസുകാരോട് പറയുന്നത്, ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു കോള് വന്നിരുന്നു. ഐറിൻ കേസിലെ പ്രതി സ്റ്റേഷനിൽ ഹാജരാകാൻ പോവുകയാണെന്ന്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നും റിപ്പോർട്ടർ പറയും. എന്നാൽ പോലീസുകാർ പറയുന്നത് അത് വെറും പ്രാങ്ക് കോൾ ആയിരിക്കുമെന്നാണ്. അതേ സമയം തന്നെയായിരുന്നു അവിടേക്കൊരു കാറ് വന്ന് നിൽക്കുന്നത്. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് സാമുവലായിരുന്നു. സാമുവലിനെ പോലീസുകാർ നേരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആന്റണിക്കടുത്തേക്കും. സാമുവൽ, നിങ്ങളുടെ വിഷമം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ഐറിന്റെ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഞാനല്ല, ഫിറോസാറാണ്. മാത്രമല്ല, രാജീവിന്റെ മരണത്തിൽ നിങ്ങളും പ്രതിയാണെന്നും സാമുവലിനോട് ആന്റണി പറയുന്നു. എന്നാൽ അത് കേട്ട് സാമുവൽ പറയുന്നത്, എനിക്കൊരു ആവശ്യമുണ്ട്. ഇവിടെ വന്ന് നിൽക്കുന്ന മീഡിയക്കാർക്ക് മുന്നിൽ സാറാണ് ഐറിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് സമ്മതിക്കണമെന്നും സാമുവൽ പറയുന്നു. എന്നാൽ അത് കേട്ട് ആന്റണി, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അതേസമയം സാമുവലാണെങ്കിൽ, സാറിന്റെ ഫോൺ ഒന്ന് തരുമോ, എനിക്കൊരു കോള് ചെയ്യാനാണെന്നും പറയുന്നു. അതിനുശേഷം ഫോൺ വാങ്ങി ഒരു നമ്പർ ഡയൽ ചെയ്യുകയാണ്. ഈ നമ്പർ ഓർത്തു വെച്ചേക്കണമെന്നും പ്രത്യേകം സാമുവൽ പറയും. അങ്ങനെ സാമുവൽ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. കോൾ എടുത്തത് ഫിലിപ്പായിരുന്നു. ഫിലിപ്പാണെന്ന് മനസ്സിലാക്കിയ ആന്റണിയാണെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പ് വല്ലാതെ വെപ്രാളത്തോടു കൂടിയാണ് സംസാരിക്കുന്നതും. എന്തെന്നാൽ ഫിലിപ്പിനെ സത്യത്തിൽ സാമുവലാണെങ്കിൽ ഒരു വലിയ പെട്ടിയിലാക്കി കുഴിച്ചിട്ടിരിക്കുകയാണ്. ഫിലിപ്പ്, എന്നെ എത്രയും വേഗം രക്ഷിക്കണം, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ ആന്റണിയോട് പറയുന്നു. ആന്റണിക്ക് വല്ലാതെ ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. ദേ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത ആന്റണിയാണെങ്കിൽ ആ ഒരു നമ്പറിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുവാനായിട്ട് സൈബർ സെല്ലുകാരോട് പറയും. സാമുവലിന്റെ അടുത്തേക്ക് എത്തിയ ആന്റണി സാമുവലിന്റെ തലയിൽ തോക്ക് ചൂണ്ടിയിട്ട് എന്റെ മകൻ എവിടെയാണെന്ന് ചോദിച്ച് വിരട്ടുന്നു. ഈ നിയമത്തിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സാമുവലാണെങ്കിലോ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പോയിസന്റെ ബോട്ടിൽ എടുക്കുകയാണ്. അതിൽ പോയിസൺ ഇല്ലായിരുന്നു. സാമുവൽ പോയിസൺ കുടിച്ചിട്ടാണ് ആന്റണിയെ കാണുവാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏത് നിമിഷവും സാമുവലിന് എന്ത് സംഭവിക്കാം. എന്നാൽ നിസ്സഹായനായ ആന്റണിയാണെങ്കിൽ, സത്യം പറ, എന്റെ മകൻ എവിടെയാ? നിങ്ങളുടെ മകളുടെ മരണത്തിന് ഞാനൊരു കാരണവുമല്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നും ആന്റണി പറയുന്നു. അതേ സമയത്തായിരുന്നു TV ഒരു ന്യൂസ് കാണിക്കുന്നത്. ഐറിന്റെ മരണത്തിന് പിന്നിൽ ആന്റണിയാണെന്ന് തെളിയിക്കുന്ന CCTV ഫുട്ടേജാണ് ന്യൂസുകാർ കാണിക്കുന്നത്. ആന്റണി ഡിലീറ്റ് ചെയ്ത ഐറിന്റെ പിന്നാലെ പോകുന്ന ആ ഒരു വീഡിയോ ഫുട്ടേജില്ലേ, അവളുടെ കാറിൽ കൊട്ടുന്നത് ആന്റണിയാണെന്നൊക്കെയുള്ളത്, ആ ഒരു വീഡിയോയും. രണ്ടാമത്തെ വീഡിയോ ബാറിലിരുന്ന് രാജീവുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയായിരുന്നു. ഇത് രണ്ടും ആന്റണി ഡിലീറ്റ് ചെയ്തതാ. എന്നാൽ സത്യത്തിൽ സാമുവൽ ഒരു ഹാക്കർ അല്ലേ, അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്ത വീഡിയോ എല്ലാം ഹാക്ക് ചെയ്തെടുത്ത് സാമുവൽ ആ ഒരു വീഡിയോ എല്ലാം ന്യൂസ് ചാനലുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ന്യൂസിലെല്ലാം കാണിക്കുന്നത് ഐറിന്റെ മരണത്തിന് പിന്നിൽ ആന്റണിയാണെന്നാണ്. സാമുവൽ ആന്റണിയോട് പറയും,
നിന്റെ കൺമുന്നിൽ തന്നെ നിന്റെ മകൻ മരിക്കും. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നതിന്റെ വേദന എന്താണെന്ന് നീയും അറിയണമെന്ന് പറഞ്ഞിട്ട് സാമുവൽ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. അതോടുകൂടി ആന്റണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. ആന്റണി ഉടനെ തന്നെ ഫിലിപ്പിനെ വിളിച്ചിട്ട് അതിൽ നിന്നും ലൊക്കേഷൻ അയക്കുവാനായും പറയുന്നു. എന്നാൽ ഫിലിപ്പിന്റെ കയ്യിലിരിക്കുന്ന ഫോണാണെങ്കിൽ പഴയ മോഡൽ നോക്കിയ ആയതുകൊണ്ട് തന്നെ ലൊക്കേഷൻ അയക്കാൻ കഴിയില്ല. ഉടനെ തന്നെ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് ലൊക്കേഷൻ കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ലൊക്കേഷൻ കണ്ടെത്തുവാനായും കഴിയുന്നില്ല. പക്ഷേ സിമ്മിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. എന്നാൽ സിം ഉള്ളത് ആലുവ സ്വദേശിയായ അഹമ്മദ് മുസ്തഫ എന്ന ആളുടെ പേരിലും. അഹമ്മദ് മുസ്തഫ എന്ന പേര് കേട്ടതും ആന്റണി ഞെട്ടിപ്പോകുന്നു. ഉടനെ തന്നെ ആന്റണി ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. പോലീസുകാരും കേസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. 2001 കാലഘട്ടത്തിൽ 16 വയസ്സുള്ള ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അവന്റെ പേരാണ് അഹമ്മദ് മുസ്തഫ. അത് കേട്ട ആന്റണി അവനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അഹമ്മദ് മുസ്തഫ ജയിലിലായിരുന്നു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അഹമ്മദ് മുസ്തഫ 2021 ആത്മഹത്യ ചെയ്തു. സത്യത്തിൽ അഹമ്മദ് മുസ്തഫയല്ലായിരുന്നു യഥാർത്ഥ പ്രതി. മുൻ MLA ആയിട്ടുള്ള ഇന്ദിരയുടെ മകൻ സൂരജാണ്. എന്നാൽ ഇപ്പോൾ മുൻ MLA ആയിട്ടുള്ള ഇന്ദിര മിസ്സിംഗ് ആണ്. ഇന്ദിരയുടെ മകൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. വാഗമണ്ണിലുള്ള ലിബർട്ടി എന്ന ഹോട്ടലിലെ 403 നമ്പർ മുറിയിൽ തങ്ങളുടെ അമ്മയെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നായിരുന്നു പരാതി. അതിന്റെ മെസ്സേജും അവർക്ക് കിട്ടിയിരുന്നു. ആ മെസ്സേജിന്റെ നമ്പരും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും പോലീസുകാർ പറയുന്നു. ആ നമ്പർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് സാറിന്റെ നമ്പറാണെന്നും അവർ പറയുകയാണ്. അത് കേട്ട് ആന്റണി ഞെട്ടിപ്പോകുന്നു. എന്റെ നമ്പരോ? എന്റെ നമ്പറിൽ നിന്നാണോ മെസ്സേജ് വന്നത്? ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. ഇതിന് പിന്നിൽ വേറെ എന്തോ ആണ്. നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നും ആന്റണി പറയുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന വിദ്യ സാറിന്റെ മകനായ ഫിലിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം എന്തുകൊണ്ടാ അഹമ്മദ് മുസ്തഫയുടെ കേസ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ആന്റണി പറയുന്നത് സാമുവൽ നമ്മളെ വെച്ച് കളിക്കുകയാണ്. സാമുവൽ തന്ന ആ ഒരു നമ്പറില്ലേ, അതായത് ഫിലിപ്പിന്റെ കൈവശമിരിക്കുന്ന ആ ഒരു ഫോണിലെ നമ്പർ, ആ ഒരു നമ്പറിന്റെ അവസാനത്തെ 5 അക്കം മുഹമ്മദ് മുസ്തഫയുടെ കേസ് ഫയലിന്റെ നമ്പറാണ്. മാത്രവുമല്ല സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും മുഹമ്മദ് മുസ്തഫയുടെ പേരിലും. മുഹമ്മദ് മുസ്തഫയുടെ കേസ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ട് അന്വേഷിച്ച കേസാണതെന്നും ആന്റണി പറയുന്നു. അതേസമയം തന്നെയായിരുന്നു ഇന്ദിരയുടെ വീഡിയോ ന്യൂസ് ചാനലിലെല്ലാം വരുന്നത്. ഇന്ദിരയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇന്ദിരയാണെങ്കിൽ തന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറയുകയാണ്. 2001 കാലഘട്ടത്തിൽ പ്രിയ എന്ന പെൺകുട്ടി മരണപ്പെട്ടതിന് പിന്നിൽ അഹമ്മദ് മുസ്തഫ എന്ന ആളിനെയാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തത്. സത്യത്തിൽ അഹമ്മദ് മുസ്തഫ നിരപരാധിയാണ്. പ്രിയയെ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞത് എന്റെ മകനായ സൂരജാണ്. ഞാനന്ന് MLA ആയതുകൊണ്ട് തന്നെ എന്റെ അധികാരം ഉപയോഗിച്ച് എന്റെ മകനെ രക്ഷപ്പെടുത്തി. പകരം അഹമ്മദ് എന്ന ഒരാളിനെ ഞാനും കൂടി ചേർന്നാണ് കുടുക്കിയത്. അതിന് എന്നോടൊപ്പം കൂട്ടുനിന്നത് ആന്റണിയാണ്. ആന്റണിക്ക് ഞാൻ ഒരുപാട് കാശ് കൊടുത്തിരുന്നുവെന്നും ഇന്ദിര പറയുന്നു. ഇന്ദിര ചെയ്ത തെറ്റുകളെല്ലാം ഇപ്പോൾ ഏറ്റു പറഞ്ഞിരിക്കുകയാണല്ലോ. അതേസമയം തന്നെയായിരുന്നു ആന്റണിക്ക് വാഗമൺ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥയായ സന്ധ്യയിൽ നിന്ന് കോള് വരുന്നത്. ആന്റണിയുടെ നമ്പറിൽ നിന്നും സന്ധ്യയ്ക്കും മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മെസ്സേജ് ഒന്നും അയക്കുന്നത് ആന്റണിയല്ലല്ലോ. ആന്റണിക്കും ഒന്നും അറിയത്തില്ല. അതേസമയം സന്ധ്യ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മരണപ്പെട്ട സാമുവൽ മുൻപ് എന്നെയും കാണുവാൻ വന്നിരുന്നു. മരണപ്പെട്ടു പോയ എലിസബത്ത് എന്ന പെൺകുട്ടിയുടെ കേസ് ഡീറ്റെയിൽസ് അന്വേഷിച്ചാണ് വന്നതെന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നു. അത് കേട്ട ആന്റണിയാണെങ്കിൽ അവരുടെ സ്റ്റേഷനിലുണ്ടായിരുന്ന വിദ്യയോട് എലിസബത്തിന്റെ കേസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എടുക്കണമെന്നും പറയുകയാണ്. അതേസമയം തന്നെയായിരുന്നു സാമുവൽ സ്റ്റേഷനിലേക്ക് വന്ന് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ന്യൂസ് ചാനലിൽ ആകെ വ്യാപിക്കുന്നത്. അതോടുകൂടി SP ആകെ ദേഷ്യമായി. ഇനി എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാനാകില്ല, മര്യാദയ്ക്ക് സറണ്ടർ ആകണമെന്നും ആന്റണിയോട് പറയുന്നു. എന്നാൽ ആന്റണി പറയുന്നത് അരമണിക്കൂർ കൂടി എനിക്ക് സമയം തരണം, അതിനുശേഷം ഞാൻ തന്നെ വന്ന് കീഴടങ്ങിക്കോളാമെന്നും ആന്റണി പറയുന്നു. അങ്ങനെ എലിസബത്തിന്റെ കേസ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുകയാണ്. അതിൽ എങ്ങനെയാണോ ഐറിൻ മരണപ്പെട്ടത് അതുപോലെ തന്നെയാണ് എലിസബത്തും മരണപ്പെട്ടിരിക്കുന്നത്. ഐറിൻ ജീവനോടെ ഇരിക്കുന്ന സമയത്തായിരുന്നു അവളുടെ നാക്കൊക്കെ മുറിച്ചെടുത്തതും അവളുടെ ദേഹത്ത് വലിയ വലിയ മുറിവുകൾ ഉണ്ടാക്കിയതും. ഇരുമ്പ് ദണ്ടുപയോഗിച്ചാണ് അവളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എലിസബത്തിനെയും കൊല ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഇത് രണ്ടും ചെയ്തത് ഒരേ വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാമെന്നും സന്ധ്യയും പറയുന്നു. മാത്രവുമല്ല എലിസബത്ത് മരിക്കുന്നതിന് മുൻപ് ഒരു നമ്പറിലേക്ക് 2-3 തവണ കോൾ ചെയ്തിരുന്നു എന്നുള്ള ഡീറ്റെയിൽസും കേസ് ഫയലിലുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് ആന്റണി കോൾ ചെയ്യുകയാണ്. കോൾ എടുക്കുന്നത് എലിസബത്തിന്റെ സഹോദരനായ ഇമ്മാനുവലും. കുറച്ചു സമയം കഴിഞ്ഞ് വിളിക്കുവാനായിട്ടാണ് ഇമ്മാനുവൽ പറയുന്നത്. ഇമ്മാനുവലിന്റെ സംസാരത്തിൽ നിന്നും ആന്റണിയുടെ കോൾ ഇമ്മാനുവൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഇമ്മാനുവലിനെ വീണ്ടും വിളിക്കുമ്പോൾ ആ കോൾ ഫോർവേഡായി നേരെ പോകുന്നത് സാമുവലിന്റെ ഭാര്യയായ തെരേസയുടെ നമ്പറിലേക്കായിരുന്നു. തെരേസ കോൾ എടുക്കുന്നു. തെരേസ പറയുന്നത് സാർ ആദ്യമായിട്ട് അന്വേഷിച്ച പ്രിയയുടെ കേസ്, അഹമ്മദ് മുസ്തഫ പ്രതിയായ കേസ് മുതൽ ഐറിന്റെ കേസ് വരെയും എന്റെ ഹസ്ബൻഡായിട്ടുള്ള സാമുവൽ അന്വേഷിച്ചതാണ്. സാർ അന്വേഷിച്ച എല്ലാ കേസും സാമുവലും അന്വേഷിച്ചിരുന്നു. ഐറിന്റെ കേസ് അന്വേഷിക്കുന്ന സമയത്താണ് എലിസബത്തിൽ വന്നുപെട്ടത്.
എലിസബത്തിന്റെ കേസന്വേഷണം അവസാനം ചെന്നെത്തിയത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലാണ്. അവിടുത്തെ സിസ്റ്റർമാർ വളരെ കുസൃതിയായ ഒരു പയ്യനെക്കുറിച്ചുള്ള കാര്യം പറയുകയുണ്ടായി. അവൻ എല്ലാ കുട്ടികളുമായിട്ടും എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു. എന്നാൽ ഒരു ദിവസം അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പാവാട വലിച്ചഴിച്ചു. അതോടുകൂടി അത് വലിയ പ്രശ്നമാവുകയും ആ പയ്യന്റെ പാരന്റ്സിനെ വരുവാനായിട്ടും പ്രിൻസിപ്പാൾ പറഞ്ഞു. എന്നാൽ ആ പയ്യന് അച്ഛൻ മാത്രമായിരുന്നു ഉണ്ടായത്. സ്കൂളിലേക്ക് എത്തിയ അച്ഛൻ ഈ വിവരമറിയുകയും അവന് കൊടുത്തത് വലിയ ശിക്ഷയായിരുന്നു. ആ പെൺകുട്ടിയോട് ചെയ്തതിന് പകരമായിട്ട് അവന്റെ അച്ഛൻ അവന് കൊടുത്തത് വലിയ ശിക്ഷയായിരുന്നു. എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് അവന്റെ ഡ്രസ്സെല്ലാം ഊരിയെടുപ്പിച്ചു. ആ പയ്യനാണെങ്കിൽ നാണക്കേടും ദേഷ്യവും കാരണം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്നാൽ എല്ലാവരും കരുതിയത് ഇനി അവൻ ആ സ്കൂളിൽ വരില്ല എന്നാണ്. എന്നാൽ അടുത്ത ദിവസം അവൻ ആ സ്കൂളിലേക്ക് വരികയുണ്ടായി. അവന്റെ അച്ഛനെ പേടിച്ചാണ് അവൻ ആ സ്കൂളിൽ വരുന്നത്. സാധാരണ ആരും ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ വരാതിരിക്കലാണ് പതിവ്. അച്ഛനെ പേടിച്ചാണ് അവൻ വീണ്ടും അവിടെ പഠിക്കാൻ വന്നത്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ സത്യത്തിൽ ആ പയ്യന്റെ അച്ഛൻ നമ്മുടെ ആന്റണി തന്നെയാണ്. ആന്റണിയുടെ ഒരേ ഒരു മകനായ ഫിലിപ്പാണ് ആ പയ്യനും. അങ്ങനെ ഫിലിപ്പ് വളർന്നു വലുതായി. എലിസബത്ത് എന്ന പെൺകുട്ടിയുമായിട്ട് ഫിലിപ്പ് പ്രണയത്തിലുമായി. പക്ഷേ ഈ എലിസബത്ത് ആണെങ്കിലോ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എലിസബത്തിന്റെ പല പ്രവൃത്തികളും ഫിലിപ്പിന് ഇഷ്ടമായിരുന്നില്ല. ഒടുവിൽ ഫിലിപ്പിന്റെ മനസ്സിലെ സൈക്കോയെ അത് പുറത്തു കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ ഫിലിപ്പാണെങ്കിൽ അവളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എലിസബത്തിന്റെ കൊലപാതകത്തിന് ശേഷം ഫിലിപ്പിന്റെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഒരിക്കൽ അവൻ ഐറിനെ കണ്ടത്. ഐറിനെ കണ്ട സാഹചര്യം എന്തെന്നാൽ, ദീപ്തി ആത്മഹത്യ ചെയ്തില്ലേ? ദീപ്തിയുടെ രക്തം പുരണ്ട ഡ്രസ്സുമായിട്ട് ഐറിൻ നേരെ ആന്റണിയെ കാണുവാനായിട്ട് റെസ്റ്റോറന്റിലേക്കാണ് എത്തിയത്. അവിടെ ആന്റണിക്കൊപ്പം ഫിലിപ്പും ഉണ്ടായിരുന്നല്ലോ. ആന്റണിയോട് ഐറിൻ എതിർത്തൊക്കെ സംസാരിക്കുന്നതെല്ലാം ഫിലിപ്പ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ മനസ്സിലെ ആ ഒരു സൈക്കോ വീണ്ടും പുറത്തു വന്നു. അന്നു മുതൽ അവൻ ഐറിനെ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഫിലിപ്പ് തന്റെ അടുത്ത ഇരയായിട്ട് കണ്ടത് ഐറിനെയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മരിക്കുന്നതിന് മുൻപ് സാമുവലിനോട് രാജീവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. പിന്നീട് കാണിക്കുന്നത് എങ്ങനെയാണ് ഐറിനെ ഫിലിപ്പ് കൊന്നതെന്നായിരുന്നു. മുൻപ് രാജീവും ഫിലിപ്പും കൂടി ഒരു ലോഡ്ജ് റൂമിലിരുന്ന് ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്ന സമയം ലോഡ്ജ് റൂമിലേക്ക് എത്തിയ ആന്റണി ഫിലിപ്പിനെയും രാജീവിനെയും കൈയോടെ പൊക്കുകയും രണ്ടുപേർക്കും ഇട്ട് നല്ലത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആന്റണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഫിലിപ്പും രാജീവും നേരെ വന്ന് അവരുടെ കാറിലിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആന്റണി നോ പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഐറിനെ കാണുന്നത്. നോ പാർക്കിങ്ങിലാണോ കാറ് പാർക്ക് ചെയ്തതെന്ന് ഐറിനോട് ആന്റണി വന്ന് ചോദിക്കും. എന്നാൽ ഐറിനാണെങ്കിൽ ആന്റണിയോട് ദേഷ്യപ്പെട്ടിട്ടല്ലേ അവിടെ നിന്ന് കാറും എടുത്ത് പോകുന്നത്. ഇതെല്ലാം ഫിലിപ്പ് കാണുന്നുണ്ടായിരുന്നു. ഐറിന് പിന്നാലെ ആന്റണിയും പോവുകയാണല്ലോ. ഉടനെ തന്നെ ഫിലിപ്പാണെങ്കിൽ തന്റെ കാറും എടുത്ത് ആന്റണിയുടെ ജീപ്പിന് പിന്നാലെ പോവുകയാണ്. ആന്റണി തന്നെ ഫോളോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ഐറിൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കാടിനിടയിലേക്ക് തന്റെ കാർ ഒളിപ്പിക്കുകയായിരുന്നു. അതൊന്നും അറിയാത്ത ആന്റണി ആണെങ്കിൽ ജീപ്പുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു. പക്ഷെ ഇതെല്ലാം ഫിലിപ്പ് കാണുന്നുണ്ടല്ലോ. ആന്റണി പോയി എന്ന് ഉറപ്പുവരുത്തി ഐറിൻ കാർ പിന്നിലേക്ക് എടുക്കുന്ന സമയത്തായിരുന്നു ഫിലിപ്പ് അവിടേക്ക് ചെല്ലുന്നത്. ഫിലിപ്പിനെ ഐറിനെ കണ്ടതും അവളെ മുൻപ് കണ്ട കാര്യമൊക്കെ ഓർമ്മ വരികയാണ്. ഡോറ് വലിച്ചു തുറക്കുവാനായി ശ്രമിക്കുന്ന സമയം തന്നെയായിരുന്നു ഐറിൻ ആണെങ്കിൽ ഫിലിപ്പിനെ പിടിച്ച് തള്ളുന്നതും. തറയിൽ വീണ ഫിലിപ്പാണെങ്കിൽ ഒരു കല്ലെടുക്കുകയും ഐറിന്റെ മുഖത്തേക്ക് അടിക്കുകയും ചെയ്തു. അതോടുകൂടി അവളുടെ തല ഒരു സൈക്കോയെ പോലെ അവൻ അടിച്ചു ചതയ്ക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാറിലുണ്ടായിരുന്ന രാജീവ് പകുതി മയക്കത്തിൽ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഐറിനെ അവൻ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതെല്ലാം തെരേസ ആന്റണിയോട് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. എന്നിട്ട് തെരേസ അവസാനമായിട്ട് ആന്റണിക്ക് ഒരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നമ്പർ നീ നോട്ട് ചെയ്തോ, ഇതാണ് നിന്റെ അവസാനത്തെ ക്ലൂ എന്ന് പറഞ്ഞ് തെരേസ മരണപ്പെടുകയാണ്. സാമുവൽ കഴിച്ച അതേ വിഷം തന്നെയാണ് തെരേസയും കഴിച്ചിരിക്കുന്നത്. അതോടുകൂടി ആന്റണിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. എന്നാൽ അവിടേക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ ജോണും വിദ്യയും പറയുന്നത്, എന്തായാലും അവസാന ക്ലൂ ആയി ഒരു ഫോൺ നമ്പർ കിട്ടിയില്ലേ, ആ നമ്പറിലേക്ക് സാർ ഒന്ന് വിളിച്ചു നോക്ക്, എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ, അത് എന്റെ ഫോൺ നമ്പർ തന്നെയാണ്. എന്തിനാണ് എന്റെ ഫോൺ നമ്പർ എനിക്ക് ക്ലൂ ആയി തന്നതെന്ന് അറിയില്ല എന്നും ആന്റണി പറയുന്നു. അത് കേട്ട് വിദ്യ പറയുന്നത്, ചിലപ്പോൾ സാറുമായിട്ട് ബന്ധപ്പെട്ട ഏതോ സ്ഥലത്തായിരിക്കാം ഫിലിപ്പിനെ കുഴിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ സാറിന്റെ വീട്ടിൽ തന്നെ അവനെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലോ എന്നുള്ള കാര്യവും വിദ്യ ചോദിക്കുന്നു. ഉടനെ തന്നെ ആന്റണി ടീമും ആന്റണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മണ്ണിട്ട് മൂടിയതുപോലെ കാണുന്നു. അവിടെ കുഴി തോണ്ടി നോക്കുകയാണ്. അവിടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയി എന്ന് പറയുന്ന രാജീവാണ്. രാജീവിന് ജീവനുണ്ട്. രാജീവിന് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ആന്റണിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലൊരവസ്ഥയായി. ആന്റണിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം മുതലേ സാമുവൽ കൊടുത്ത ക്ലൂ എല്ലാം ആലോചിച്ചു നോക്കുകയാണ്. ഇതുവരെ കിട്ടിയ ക്ലൂവിൽ നിന്നെല്ലാം ആന്റണി ഒരു കൺക്ലൂഷനിലെത്തുന്നു. ആന്റണി ഒരു കാര്യം കണ്ടെത്തിയിരിക്കുകയാണ്.
അതൊരു പേരാണ്. ആ പേരെങ്ങനെ കണ്ടെത്തിയെന്നാൽ ഇതുവരെ കിട്ടിയ ക്ലൂവിൽ ആദ്യത്തെ ക്ലൂ ആയ ഫിലിപ്പിന്റെ ഫോൺ നമ്പറിൽ നിന്നും ഫിലിപ്പിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്ററായ പി എടുക്കും. ഇന്ദിരയുടെ വീഡിയോയിൽ ഇന്ദിരയുടെ പേരിൽ നിന്നും ഐ, ഇമ്മാനുവലിന്റെ നമ്പറിൽ നിന്നും ഇമ്മാനുവലിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്ററായ ഇ, തെരേസയുടെ നമ്പറിൽ നിന്നും തെരേസയുടെ പേരിന്റെ ആദ്യത്തെ ലെറ്ററായ ടി. അവസാന ക്ലൂ ആയ ആന്റണിയുടെ നമ്പർ, ആന്റണിയുടെ നമ്പറിൽ നിന്നും എ എന്ന ലെറ്റർ എടുക്കും. അപ്പോൾ പിയേറ്റ എന്നൊരു വേർഡാണ് കിട്ടുന്നത്. അത് യഥാർത്ഥത്തിൽ അവരുടെ പള്ളിയിൽ തന്നെയുള്ള ഒരു ശില്പത്തിന്റെ പേരാണ്. മരണപ്പെട്ട ക്രിസ്തുവിനെ മരിയം തന്റെ മടിയിൽ താങ്ങുന്നതിന്റെ ശില്പമായിരുന്നു അത്. ആ ശില്പം തങ്ങളുടെ പള്ളിയിലുള്ളതാണെന്നുള്ള കാര്യം ആന്റണിക്ക് ഓർമ്മ വരുന്നു. ഉടനെ തന്നെ ആന്റണി പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലെ സെമിത്തേരിയിലാണ് ആന്റണി എത്തിപ്പെട്ടതും. അതേ സെമിത്തേരിയിലാണ് ആന്റണിയുടെ ഭാര്യയെ മേരിയെ അടക്കം ചെയ്തിരിക്കുന്നത്. മേരിയുടെ കല്ലറയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ ആന്റണി നിൽക്കുന്നതും. അതോടെ ആന്റണിക്ക് ഒരു കാര്യം മനസ്സിലായി, ഫിലിപ്പ് ഉള്ളത് ആ കല്ലറയ്ക്കുള്ളിലാണെന്നും. എന്നാൽ ഫിലിപ്പ് ചെയ്ത എല്ലാ ക്രൂരകൃത്യങ്ങളും ആന്റണി ഓരോന്നോരോന്നായി ആലോചിക്കുന്നു. അതോടുകൂടി അവനെ രക്ഷിക്കാതെ ആന്റണി അവിടെ നിന്ന് തിരികെ പോവുകയാണ്. ഫിലിപ്പ് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇപ്പോൾ ആന്റണി അവന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആന്റണി നേരെ എത്തുന്നത് എസ് പിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെയായിട്ടും താൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറയുന്നു. എന്റെ മകനെ നന്നായിട്ട് വളർത്തുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ നല്ലൊരു അച്ഛനല്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ഫിലിപ്പ് ചെയ്ത ഐറിന്റെ കൊലപാതകവും എലിസബത്തിന്റെ കൊലപാതകവും ആന്റണി ഏറ്റെടുക്കുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.